മാന്യപ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. നമ്മൾക്കറിയാം, അറബി രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് വിദേശ രാജ്യങ്ങളുണ്ട്, അവിടെ എല്ലാം മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അറബി രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അന്യായത്തിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മലയാളി മുസ്ലിങ്ങൾ കൂടി കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള ആളുകൾ, റൂംമേറ്റ്സ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ ഒരേ ബെഡിൽ കിടന്നുറങ്ങുന്ന റൂംമേറ്റ്സ് ആണെങ്കിൽ പോലും ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ അവൻ കൃത്യമായിട്ടും എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവനെ മതനിന്ദ ചുമത്തിക്കൊണ്ട് അറബ് രാജ്യങ്ങളിൽ ജോലി കളയിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇതിനകം തന്നെ അറബി രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. അത് ഒരുപാട് ഇരകളെ പേരെടുത്ത് തന്നെ നമ്മൾക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ അടുത്ത നാളിൽ, കുറെ നാളായി ഈ ഒരു വാർത്ത കേൾക്കാതിരിക്കുകയായിരുന്നു. പക്ഷെ ഈ ഇപ്പോ കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തായ ഒരു ഓഡിയോ ഉണ്ട്. ആ ഓഡിയോ കൃത്യമായിട്ടും ഒരു ഇസ്ലാമിക ഭീകരൻ ഹിന്ദു ആയിട്ടുള്ള, മലയാളി ആയിട്ടുള്ള, രണ്ടുപേരും മലയാളികളാണ്, ഒരു ഹിന്ദുവിനെ വിളിക്കുകയാണ്. ഈ ഹിന്ദു ചെയ്ത കുറ്റം എന്തെന്നറിയാമോ? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ട്, ആ രാജ്യത്തിന്റെ കൂടെയാണ് ഭാരതം. ആ ഭാരതം ആ രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ആ ഇസ്രായേലുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പോസ്റ്റ് അദ്ദേഹം ഷെയർ ചെയ്തു എന്നുള്ളതാണ് കുറ്റം. അതിന് ഒരു ഇസ്ലാമിക ജിഹാദി മലയാളി ഭീകരൻ എങ്ങനെയാണ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് എന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം കഴിഞ്ഞ മണിക്കൂറിലാണ് എനിക്ക് ഈ ഒരു ഓഡിയോ കിട്ടിയത്. ഒന്ന് കേട്ടിട്ട് നമുക്ക് വേറെ ഒന്ന് രണ്ട് വിഷയങ്ങളിലേക്ക് പോകാനുണ്ട്. ഇത് ആദ്യം കേൾക്കാം നമുക്ക്. ഷൈജു അല്ലേ? അതെ. ഓക്കെ, എന്റെ പേര് അഷറഫ് എന്നാ. പറഞ്ഞോളി, മനസ്സിലായിക്കോ എന്തിനാ വിളിച്ചത്. ഓക്കെ, ഒരു പോസ്റ്റ് കണ്ട് സന്ദീപ് വാര്യരുടെ ഫാൻസ് ക്ലബ്ബ് ഇസ്രായേൽ ആർമിക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ലിങ്ക്. ഓക്കെ, അല്ല ഞാൻ പറയട്ടെ, അതായത് സന്ദീപ് വാര്യരുടെ ഫാൻസ് ഇസ്രായേൽ, അങ്ങനെ എന്തോ ഇസ്രായേൽ ആർമിക്ക് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പോസ്റ്റ് അദ്ദേഹം ഷെയർ ചെയ്തതാണ്. ഷൈജു എന്നാണ് വ്യക്തി. അയാളെയാണ് അസർപ്പോ എന്തോ ഒരു മദ്രസ പൊട്ടൻ, ഈ പൊത്തകം തിന്ന് ജീവിക്കുന്ന ഒരു ജന്തു, ഒരു വിഷവിത്ത്, ആ സുഡാപ്പി വിളിക്കുകയാണ്. ബാക്കി നോക്കാം. ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയോ? ഇവിടെ ഖത്തറിലാണ്. ഓക്കെ, ഖത്തർ ഇവന്റെ ബാപ്പാന്റെ ബാപ്പാക്ക് സ്ത്രീധനം കിട്ടിയതാണല്ലോ. ഇസ്ലാമിക മലയാളി ഭീകരന്മാരുടെ ബാപ്പാന്റെ ബാപ്പാക്ക് സ്ത്രീധനം കിട്ടിയതാണ്. ഏത്? ഖത്തർ, ദുബായ്, ഇതിങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾ, സൗദി അറേബ്യയൊക്കെ. എന്നാൽ സൗദി അറേബ്യ രാജകുമാരിമാരൊക്കെ ഇന്ന് എങ്ങനെ നടക്കുന്നത്? 2 പീസിലൊക്കെയാണ് നടക്കുന്നത്. ഞമ്മന്റെ ഇവിടെ കറുത്ത ചാക്കിൽ പൊതിഞ്ഞുകൊണ്ടാണ്. ഇനി ഇവൻ ഈ ഖത്തറിലുള്ള ഷൈജുവിനെ ഞെട്ടിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, എന്നിട്ട് മാപ്പ് പറയിപ്പിക്കുന്ന രംഗമാണ് കേൾക്കുന്നത്. കേൾക്കാം. എന്നൊരു രാജ്യമാണ് ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇന്നലെ ഇവിടെ അവർക്ക് ഭയങ്കര ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു റാലി തന്നെ ഉണ്ടായിരുന്നു. അപ്പോ ഇതിനെ കുറിച്ച് നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള നിങ്ങൾ മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ കിട്ടാം. സംഭവം പറഞ്ഞു. അത് വിളിക്കും, അതിപ്പോ ഏത് ആരാണെങ്കിലും വിളിക്കും. അതെ, ഞാൻ പറയാം, മനസ്സിലാവുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിലപാടെടുക്കുക. ആ നിലപാടിൽ കൂടെ നമ്മളും പോകാനും തയ്യാറാവും. അത് നമ്മള് ഓൾറെഡി സുഹൃത്ത്, ഓൾറെഡി അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ നിങ്ങള് എന്താ പറയാ, ഞാൻ നിങ്ങളെ മോന്തൊക്കെ ഒന്നിട്ട് തന്നിട്ട് ഞാൻ സോറി പറഞ്ഞ അവിടെ വിഷയം തീരുവോ? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിയാണോ അത്? ഇങ്ങനെയുള്ള പ്രവണത ശരിയാണോ? അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റ് നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള ശേഷി വേണം. വല്യ എന്ന് പറഞ്ഞിട്ടുള്ളേ. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ മാപ്പ് പറയാം. ഇതെല്ലാം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാട്. ഇപ്പൊ എന്താ നിങ്ങൾ തീരുമാനം ഇതിനെ കുറിച്ചിട്ടുള്ളത്? നമ്മള് പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി റിമൂവ് ആക്കുന്ന സംഭവം. ഓൾറെഡി റിമൂവ് ചെയ്തെന്ന് നമ്മളൊരു പാഴ്സ് അങ്ങനെ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് പോയി, ഒരു പാഴ്സ് വെച്ചു, അത്ര നമുക്ക് വരാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ഇട്ടതിൽ നിങ്ങള് തെറ്റ് പറ്റി പോയി എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾ നിൽക്കുന്നല്ലേ? തെറ്റ് പറ്റിയ നമ്മളത്തെ വാഴ്ച പറ്റിയതല്ല പറഞ്ഞു. നമ്മളത്തെ വാഴ്ച പറ്റി നമ്മളെ വാഴ്ച മനസ്സിലാവുകൊണ്ട് നമ്മള് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മളിവിടെ പണിയെടുക്കാൻ വന്നതാ. ഇനിയിപ്പോ ഏതൊരു രാജ്യത്താണെന്നുണ്ടെങ്കിൽ നമ്മള് രാജ്യത്തേക്ക് പണിയെടുക്കാൻ വന്നത്. എനിക്കിപ്പോ നിങ്ങൾ ഇവിടുന്ന് ക്യാൻസൽ ആക്കി വിട്ടിട്ട് ഇപ്പൊ നാട്ടിലേക്ക് വിട്ടിട്ട് എനിക്കൊരു നേട്ടം കിട്ടാനില്ല. മനസ്സിലാവണ്ട? നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. അപ്പൊ ആ ഒരു ലെവലിൽ പണിയെടുക്കുക. മനസ്സിലായോ? അല്ലാതെയും കണ്ടിട്ട് ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്തിട്ടോ, നിങ്ങൾക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പരിചയിട്ടൊന്ന് പറഞ്ഞു നോക്കിയാ വിവരം നിങ്ങള്. ഇനി അതേപോലത്തെ ഒരു പോസ്റ്റ് ഒന്നും കൂടി നോക്കിയാ
വിവരം നിങ്ങൾ എവിടെ വെച്ചാൽ അവിടെ നിന്ന് പൊക്കോ. മനസ്സിലാണ് നിങ്ങളൊക്കെ നിങ്ങൾ ഇന്നൊക്കെ നിങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്യാനുള്ള വകുപ്പ നിങ്ങളെ ഫേസ്ബുക്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തെ, നമുക്ക് വർഗീയതയും കാര്യങ്ങളൊക്കെ നാട്ടിൽ വെച്ച് തീർക്കാം. നിങ്ങൾ RSS ഏത് ആയാലും നമുക്ക് അല്ല, നിങ്ങൾ ഇനിയിപ്പോ ഏത് RSS ആയാലും ബജറംഗളായാലും ഹിന്ദു എന്നങ്ങോട്ട് പറയുമ്പോഴേക്കും നമ്മളങ്ങനെ ഒരു പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് ഒന്നും ചെയ്യാത്ത ആളാണ്. പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാതെ കണ്ടിട്ട് നിങ്ങളെ ഇത്രയും നീചമായ ഒരു വാക്ക് നിങ്ങൾ പറയോ? ഇത്രയും നീചമായിട്ടുള്ള ഒരു വാക്ക് നിങ്ങൾ എഴുതി പിടിപ്പിക്കും. ഇവിടുത്തെ ചോറല്ല തിന്നുണ്ട്, നിങ്ങളെ വീട്ടുകാർ മക്കളൊക്കെ ഈ നാറിയൊക്കെ തിന്നണേ. ഈ നാറിയുടെ ഒക്കെ പാസ്പോർട്ടില് ഇന്ത്യൻ പാസ്പോർട്ട് എന്നാ കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് ഇവന്റെ ഒന്നും പാസ്പോർട്ടിൽ പലസ്തീൻ പാസ്പോർട്ടോ പാകിസ്ഥാൻ പാസ്പോർട്ടോ അല്ല കൊടുത്തിട്ടുള്ളത്. ഈ നാറി എന്നിട്ട് പറയാണ്, വേറൊരു ഭീകരൻ നാറി പറയുന്നത് കേട്ടില്ലേ, ഇജ്ജ് തിന്നണ ഇവിടുത്തെ ചോറല്ലേ, അതായത് ഖത്തറത്തെ ചോറല്ലേ എന്നുള്ളത്. ഇദ്ദേഹം ചെയ്ത തെറ്റെന്തെന്നറിയാമോ? ഇസ്രായേൽ ആർമിയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. നോക്കൂ, നമ്മുടെ ഭാരത രാജ്യം ഇസ്രായേലിന് സപ്പോർട്ട് കൊടുക്കുന്നത് ഈ നരേന്ദ്രമോദിജി വന്നതിന് ശേഷമാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ല. എത്ര 6.5 പതിറ്റാണ്ട് ഇവിടെ കട്ടുമുടിച്ച അടിമ ഗണ്ടി കോൺഗ്രസ്സുകാരടക്കമുള്ള ആളുകളുണ്ടല്ലോ, ആ കാലഘട്ടം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇസ്രായേലിന് സപ്പോർട്ട് കൊടുക്കലും മോദിജി വന്നതിന് ശേഷം മാത്രം ഒന്നും അല്ല എന്നുള്ളത്. അത്തരത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യത്തിലേക്ക് ഫലസ്തീനിൽ നിന്നും ഈ ഹമാസ് എന്ന് പറയുന്ന കൊടും മുസ്ലിം ഭീകരന്മാർ, ഈ മദ്രസ പൊട്ടന്മാർ നൂറുകണക്കിന് ആളുകളെ അതിക്രൂരമായിട്ട്, കുഞ്ഞു മക്കളെ പോലും വെറുതെ വിടാതെ അതിക്രമിച്ച് കയറി ചെയ്ത ചട്ടത്തരം നമ്മൾ കണ്ടതല്ലേ. അത് ഞമ്മന്റെ ആളുകളായതുകൊണ്ട് എന്താണ്, സേവ് പലസ്തീനോ അതല്ലെങ്കിൽ പലസ്തീന്റെ ആർമിക്ക്, ഹമാസ് ഭീകരന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചൊക്കെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവന് ചിലപ്പോ അവിടുത്തെ വേറെ വല്ല ഉന്നത പദവിയും കൊടുക്കും ഈ ഇസ്ലാമിക ഭീകരന്മാർ. പക്ഷെ അദ്ദേഹം സന്ദീപ് വാര്യർ ഫാൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ഈ പറയുന്ന ഇസ്രായേൽ ആർമിക്ക് സപ്പോർട്ട് എന്നുള്ള ലിങ്ക് ഷെയർ ചെയ്തു. അതാ ചെയ്ത തെറ്റ്. അതിനാണ് ഇവനൊക്കെ ഇന്ത്യയുടെ ഉപ്പും ചോറും നക്കി തിന്നുകൊണ്ട്, സകല ആനുകൂല്യം നക്കി തിന്നുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കൂടെ തന്നെ ആകുമ്പോൾ ആ രാജ്യത്തെ ഒറ്റുന്ന രീതി, നമ്മുടെ ഈ പെറ്റ നാട് ഭാരതം എന്ന് പറയുന്ന എന്റെ ഈ പെറ്റ നാട്, ആ നാടിന്റെ നിലപാടിനൊപ്പം നിന്ന ഒരു ഭാരതീയൻ എന്ന് പറയുന്ന സഹോദരൻ, ആ സഹോദരനെ ഭീഷണിപ്പെടുത്തുക. എന്തിനു വേണ്ടിയിട്ടാ? ഇവന്റെയൊക്കെ മദ്രസ പൊത്തകത്തിലെ ദുഷ്ടവർഗനായിട്ടുള്ള ആ പലസ്തീൻ ഹമാസ് ഭീകരന്മാരുണ്ടല്ലോ, അവർക്കെതിരെ അവരുടെ ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ ഇസ്രായേൽ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് അവിടുത്തെ കുഞ്ഞു മക്കളുടെ ജീവന് വേണ്ടി അതല്ലെങ്കിൽ അവിടെ സ്ത്രീകളുടെ മാനാഭിമാനത്തിന് വേണ്ടി പടപൊരുതുമ്പോൾ അതിനെതിരെ ജസ്റ്റ് ഒരു ഈ പറയുന്ന ഇസ്രായേൽ ആർമിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരൊക്കെ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ലിങ്ക് എന്തോ ഷെയർ ചെയ്തതാണ്. ഇവനൊക്കെ കണ്ട ഏറ്റവും വലിയ കുറ്റം. ഈ ഭീകരന്മാരുടെ ബാക്കി വാക്കൂടെ കേൾക്കേണ്ടതുണ്ട് കേട്ടോ, ഈ നാറികളുടെ. നമ്മള് തെറ്റ് പറ്റി, ഞാൻ പറഞ്ഞല്ലോ, ഒരു തെറ്റ് പറ്റി നമ്മള് റിമൂവ് ചെയ്തും ചെയ്യുന്നു. വേറെ സംഘടന ഏറ്റെടുത്തിട്ട് നിങ്ങളെ കാലപ്പെടുത്തും പുറലോകം നാടും കാണില്ല, ഈ കത്തറങ്ങൾ കാണില്ല. വർഗീയത വെച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാന്നുള്ള ഒന്നും വിചാരിക്കണ്ടട്ടാ. ഇവനൊന്നും പറയുന്ന വർഗീയതല്ലേ. നമുക്ക് അങ്ങനെ ഒരു വർഗീയത ഓരോ സംഗതികൾ വരുമ്പോൾ നിങ്ങള് ചിലപ്പോ നിങ്ങൾ കള്ളുടിച്ചാണ്ടാണ് ഞങ്ങൾ ചെയ്ത്, അറിയാതെ ചെയ്താണ്, പിറ്റേന്ന് മാപ്പ് വെച്ചുകൊണ്ട് വരണം. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്ത് കാണൊക്കെ സോറി അറിയും. നിങ്ങൾ സോക്കട നിങ്ങൾ RSS നിങ്ങളെ പഠിച്ചു പോകുന്നത് അങ്ങനെ ഞാൻ കള്ളുടിച്ചിട്ട് ചെയ്താണ്. എത്രയോ വീഡിയോസ് നിങ്ങൾ കണ്ടുപോകണം, ഞാൻ കള്ളുടിച്ചാണ്, സോറി അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി, ഞങ്ങൾ റിമൂവ് ചെയ്തിക്കണോ, ഒരുവിധം അറബ് കൺട്രീസൊക്കെ കാണാം. ഇതെന്ത് സംഭവം? എനിക്ക് ചരിത്രം അറിയാം, പലസ്തീൻ ഇസ്രായേലിന്റെ ചരിത്രം, പലസ്തീൻ ഇസ്രായേൽ ചരിത്രം പഠിപ്പിക്കാം. മുസ്ലിം ഭീകരൻ ഇന്ത്യന്റെ ചരിത്രം എനിക്കറിയോ, ഇന്ത്യന്റെ ചരിത്രം എനിക്കറിയോ. ശരിയെന്നാ, അപ്പൊ ഇതിനോട് നിങ്ങൾ തെറ്റ് പറയാൻ തയ്യാറുണ്ടോ? ഇന്ത്യയുടെ ചരിത്രമൊക്കെ ഇവൻ അറിയോ? ഇന്ത്യയുടെ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ബാപ്പാന്റെ പേരും തേടി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് നേതാവ് തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ശങ്കരനും അയ്യപ്പനും സതീദേവിയൊക്കെ ആയിരിക്കും നിന്റെ ബാപ്പാന്റെ ബാപ്പയും ഉമ്മാന്റെ ഉമ്മയൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞു. എന്നിട്ടാണ് ഇവൻ ഇന്ത്യയുടെ ചരിത്രം പഠിപ്പിക്കുന്നത് ഒരു ഭാരതീയനെ, ഒരു സംസ്കാര വാഹകനെ. നോക്കൂ, ഇവർക്ക് ജാതിയും മതം എന്നുള്ളത് മാത്രം പുഴുങ്ങി തിന്ന് ജീവിക്കുന്ന ജന്തുക്കളാണ് ഇവർ. ഇവർക്ക് അന്യ രാജ്യത്ത് ഇപ്പൊ പാകിസ്ഥാനിയാണോ വലുത്, പാകിസ്ഥാനിലുള്ള മുസ്ലിമാണോ വലുത്, ഭാരതത്തിലുള്ള തന്റെ നാട്ടിലുള്ള ഹിന്ദു ക്രിസ്ത്യാനിയാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ മുസ്ലിമാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറയുന്ന പൊത്തകം പഠിച്ചിട്ടുള്ള ഡേഷിന്റെ മോനാണ് ഇവനൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ ജോലിയിൽ നിന്ന് ഒരുപാട് തെറിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കേട്ടതാണ്. നോക്കൂ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ ഭാരതം ഒന്നടങ്കം ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവന്മാരുടെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടോ?
ഇവന്മാർ ഈ ഇട്ടാവട്ടം പാവയ്ക്ക പോലെയുള്ള ഈ കേരളത്തിൽ ഏകദേശം ഭൂരിപക്ഷമായി എന്നുള്ള ചിന്ത കൊണ്ടാണ് ഇവിടെ ആയാലും കേരളത്തിലായാലും ഇനി അറബ് രാജ്യങ്ങളിൽ പോയിട്ടായാലും വേണ്ടില്ല ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും തലയിലേക്ക് വലിഞ്ഞു കയറുന്നതെന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ വലിഞ്ഞു കയറുന്ന ഈ നാറിയ വർഗത്തെ, ഈ നാറികളോട് ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവരവരുടെ സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ടും ഈ വർഗത്തിനെതിരെ ഇവർ ഈ ഗൾഫ് രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ കാട്ടിക്കൂട്ടുന്നത് പോലെ തന്നെ പ്രതികരിച്ച് തിരിച്ചും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിങ്ങളുടെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് എന്നുള്ളത്. നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കുക, ഇവർക്കെതിരെ നമ്മൾ നിലകൊണ്ട് സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന നിലമുണ്ടല്ലോ, ഈ മണ്ണുണ്ടല്ലോ, അത് എന്നോ ഒഴുകിപ്പോവും. ഇവൻ കുറ്റം പറയുന്ന RSS ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇവന്റെ RSS എന്ന് പറയുമ്പോഴേക്കും ഇവന്റെയൊക്കെ വിദ്വേഷം തിളച്ചു വരുന്നെന്നറിയാമോ? RSSകാരനെ തൊട്ട് കഴിഞ്ഞാൽ ആ RSSകാരനെ തൊട്ടതിനുള്ള തിരിച്ചടി കൃത്യമായിട്ടും അവന് അന്നും ഇന്നും എന്നും കിട്ടുന്നുണ്ട്. അത് ഇവിടെ RSS ഉണ്ടാവുന്ന കാലം മുതൽ ഇവിടെ ഭരണത്തിലാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല, ഭരണം കിട്ടുന്നതിന് മുൻപും അങ്ങനെ തന്നെയാണ്, ഭരണം കിട്ടിയതിന് ശേഷവും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് കൃത്യമായിട്ടും അറിയാം. അതുകൊണ്ടാണ് ഇവന്റെ ഒന്നും ഒരു ഉഡായിപ്പും RSS ഉള്ളിടത്തോളം കാലം നമ്മുടെ ഈ ഭാരതത്തിൽ നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവന്റെയൊക്കെ ആ വർഗീയ വിദ്വേഷം ചീറ്റുന്നുണ്ടല്ലോ RSS എന്ന് പറയുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാരതം ഇന്നും ഇത്ര ശക്തമായി നിലനിൽക്കുന്നത്. ഇപ്പോഴും ഈ ഭീകരവർഗത്തിന്റെ ചൊൽപ്പടിക്കാവാത്തത് RSS എന്ന് പറയുന്ന സൈന്യം കഴിഞ്ഞാൽ രണ്ടാമത്തെ സൈന്യമായിട്ടുള്ള ആ സൈന്യം നിലവിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവന്മാരൊന്നും ഈ പറയുന്ന ഇവന്മാർക്കെതിരെ, ഈ വർഗത്തിന്റെ ഈ ചെറ്റത്തരങ്ങൾ പച്ചയ്ക്ക് പറയുന്ന ആളുകൾക്കെതിരെ വല്ലാതെ വാളും പരിചയം എടുത്ത് ഇറങ്ങാത്തത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇവിടെ RSS ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും അവസ്ഥ എന്നുള്ളത് ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ വലിയ സഖാവായിരിക്കാം, നീ വലിയ കോൺഗ്രസ്സുകാരനായിരിക്കാം, നിനക്ക് RSSനെയും BJP-യൊക്കെയാണ് കേൾക്കുമ്പോഴേക്കും നിനക്കാണ് ചൊറിഞ്ഞു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ മനസ്സിലാക്കുക, അവന്റെ മുൻപിൽ നീ കമ്മ്യൂണിസ്റ്റുകാരനാണോ, നീ കോൺഗ്രസ്സുകാരനാണോ, നീ BJP-കാരനാണോ എന്നില്ല. എന്തേ ഉള്ളൂ, നീ ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, നീ കാഫിറിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണോ എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇനിയെങ്കിലും തലച്ചോറ് തുറന്നുകൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും മനസ്സിലാക്കിയാൽ നന്ന്. അത് ഏതൊരു നാട്ടിലാണെങ്കിലും ഇവന്മാർ ഭൂരിപക്ഷം ആവേണ്ടതൊന്നുമില്ല. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് നമ്മൾ ചെയ്തിരുന്നു, ഇത്ര ശതമാനമായി കഴിഞ്ഞാൽ ഇവന്മാർ എന്താണ് ചെയ്യുക, അടുത്ത ഒരു പടി കൂടി കടന്നു കഴിഞ്ഞാൽ ഇവന്മാർ എന്താണ് ചെയ്യുക എന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ട് UK അടക്കമുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇവന്മാരെ ഓടിച്ചിട്ട് ആ പ്രദേശവാസികൾ അടിക്കൽ തുടങ്ങി. എന്തുകൊണ്ടാ? ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പലകിൽ നിന്ന് കഴിഞ്ഞിട്ടായാലും വേണ്ടില്ല, ആ നിൽക്കുന്നവൻ ആ പ്രദേശവാസിയുടെ തലയിൽ കയറിക്കൊണ്ടേക്ക് അവിടേക്ക് അധിനിവേശം നടന്ന് എരന്ന് ഭിക്ഷയായി ചെന്നുകൊണ്ട് അവിടേക്ക് എരന്ന് വലിഞ്ഞു കയറി ചെന്നിട്ട് ആ നാട്ടുകാരുടെ തലയിൽ കയറി തൂറുമ്പോൾ കൃത്യമായിട്ട് കിട്ടേണ്ടത് ഇന്ന് യൂറോപ്യൻ കൺട്രീസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇവന്മാർക്ക് വെള്ളിയും വെള്ളിയാഴ്ചയും വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ജീവിക്കുക. കാരണം ഈ വിഷജന്തുക്കൾക്ക് മുൻപിൽ നീ വെറും കാഫിറാണ്, നിന്റെ ജോലി കളയാനും നിന്നെ നശിപ്പിക്കാനും മാത്രം ചിന്തിച്ച് പഠിച്ച് വളർന്ന ആ വൃത്തികെട്ട ആ മദ്രസ പുസ്തകം വിഴുങ്ങി ജീവിച്ച അവർക്ക് മുൻപിൽ നീ വെറും കാഫിർ മാത്രമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഷൈജുമാർ ഒരുപാട് ശ്രദ്ധയോടുകൂടി തന്നെ ജീവിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ ജിഹാദി പറഞ്ഞ പോലെ തന്നെ നിന്നെയൊക്കെ പാക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാം, ഇവനറിയാം. കാരണം മതനിന്ദ എന്ന് പറയുന്ന ഇവന്റെയൊക്കെ ശരിയാ കോടതി ഉണ്ടല്ലോ, ആ കോടതിയാണ്, ആ രാജ്യമാണ് ഇവിടെ വരണമെന്ന് ഇവന്മാർ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ? ഇവന്റെ പുസ്തകത്തിൽ തുമ്പില്ലാത്തവന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു രാജ്യം, മാത്രമുള്ള ഒരു നിയമം, അവർ പറയുന്ന ഈ സ്ത്രീകൾ കൃഷിയിടമാക്കുന്ന ആക്കപ്പെടുന്ന ആ രാജ്യം സ്വപ്നം കൊണ്ട് നടക്കുന്ന ഈ ഡേഷ് വർഗത്തിന് മുൻപിൽ ഈ പറയുന്ന ഷൈജുമാരും ജേക്കബുമാരും തോമസ്മാരും ശങ്കരന്മാരും ഒക്കെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ടതുണ്ട്. ഇനിയും മനസ്സിലാക്കാതെ ഞാൻ മതേതര ഹിന്ദുവാണ്, ഞാൻ മതേതര ക്രിസ്ത്യാനിയാണ്, ഞാൻ കട്ട സഖാവാണ്, ഞാൻ കട്ട കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞു നടക്കുന്ന നിനക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല. അവിടെ RSS മാത്രമേ, BJP മാത്രമേ, ഇന്ന് മോദിജി മാത്രമേ ഇവിടെ ഭരണമുള്ളിടത്തോളം കാലം മാത്രമേ നിനക്ക് രക്ഷ കിട്ടൂ എന്നുള്ളത് കഴിഞ്ഞ കാല സംഭവ വികാസങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിനക്ക് ചിന്തിക്കാനാവും. അതുകൊണ്ട് ഇതുപോലെയുള്ള മലയാളി ഭീകരന്മാർക്ക് മുൻപിൽ ജോലിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പോകാം. ഇപ്പോൾ ഷൈജു എന്ന്
എന്ന് പറയുന്ന ആ യുവാവിനെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്ന ഈ രംഗം അത് നിങ്ങളിൽ എല്ലാവരിലേക്കും വരാം. പക്ഷെ നിങ്ങളവിടെ സൈലന്റ് ആയി തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഇതാണ് ഇവന്മാർ എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിന്റെയൊക്കെ ഈ ചൂണ്ടുവിരലിലുണ്ട് അധികാരം. അതായത് നീയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ വളർത്തിയതും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റിനെ വളർത്തിയതും പിന്നെയോ ഇവിടുത്തെ കോൺഗ്രസിനെ വളർത്തിയതും. എന്നിട്ടോ ആ വളർത്തിയ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും നിന്റെ രക്ഷയ്ക്കുണ്ടോ? ഇല്ല, മിണ്ടില്ല. ഇപ്പൊ ബംഗാളിൽ നമ്മൾ കണ്ടു ഒരു ഡോക്ടറെ വളരെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊന്നു. ആ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട ആ സ്ത്രീയുടെ ശരീരത്തിന്റെ ആന്തരിക ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയത് എത്രയെന്നറിയാമോ? 150 മില്ലി ശുക്ലമാണ് കിട്ടിയത്. അതായത് പുരുഷന്റെ സ്രവമുണ്ടല്ലോ, ആ ശുക്ലം കിട്ടിയത് 150 മില്ലിയാ. 150 മില്ലി ശുക്ലം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര എണ്ണമായിരിക്കും ആ പാവം പിടിച്ച ആ നിരപരാധിയായിട്ടുള്ള ആ ഡോക്ടറെ പീഡിപ്പിച്ചിട്ടുണ്ടാവുക. അതും ഒരു ആശുപത്രിക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ വർഗമാണ് ചെയ്തത് എന്നറിയുമ്പോൾ അതിലെ പ്രതികളെ പിടിക്കാതെ ഈ മമതാ ബാനർജി എന്ന് പറയുന്ന ആ താടകയുണ്ടല്ലോ, ആ രാക്ഷസി ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്തു കൂട്ടുന്നത് മറ്റൊരു താലിബാനികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഭരണം തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് കേരളത്തിലാവാൻ വലിയ താമസമൊന്നുമില്ല. അതുകൊണ്ട് നീ മനസ്സിലാക്കുക. ഇന്നിപ്പോൾ കണ്ടല്ലോ പോർക്ക് ഫെസ്റ്റുമായിട്ട് DYFI മുന്നോട്ട് വന്നല്ലോ. എന്തുകൊണ്ടാ? പോർക്ക് ഫെസ്റ്റ് നടത്തി വയനാടിന് പണം സ്വരൂപിച്ചു കൊടുക്കുക, വയനാടിനെ രക്ഷിക്കാൻ വേണ്ടി എന്നുള്ള പോസ്റ്ററുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? മറ്റൊന്നിനുമല്ല. ഇവിടെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കനലൊരു തരിയായി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കനലൊരു തരിയായി അവശേഷിച്ചു. പിന്നെയോ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഒന്നും കിട്ടാതെ പൂജ്യരായി നിന്ന സമയത്ത് ഇവിടത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ട് കൂടിയാണ് സുരേഷ് ഗോപി ജയിച്ചതും 13 ഇടങ്ങളിൽ BJP മുന്നോട്ട് വന്നതും എന്നറിഞ്ഞപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ സുഖിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പോർക്ക് ഫെസ്റ്റ് അതല്ലെങ്കിൽ പന്നി ഇറച്ചി വിതരണം ചെയ്തുകൊണ്ട് ആ പണം സ്വരൂപിച്ചുകൊണ്ട് വയനാടിനെ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ള DYFIയുടെ തന്ത്രം വന്നത് എന്ന് മനസ്സിലാക്കുക. അതിനെതിരെ സമസ്ത എന്ന് പറയുന്ന മറ്റൊരു സംഘടന, ഇസ്ലാമിക സുഡാപ്പി സംഘടന രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഹറാമാണ്, പന്നിയിറച്ചി വിറ്റ കാശ് വയനാടിന് വേണ്ട എന്ന് പറയുമ്പോൾ ഇവന്റെയൊക്കെ മനസ്സിലുള്ള മതവർഗീയത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനിയും കണ്ണു തുറക്കാതെ ഞാൻ മതേതര ഹിന്ദുവാണ്, മതേതര ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നടക്കുന്ന നിനക്കൊക്കെ നിന്റെ വീട്ടിൽ കിട്ടുമ്പോഴേ, ഈ വർഗത്തിൽ നിന്ന് കിട്ടുമ്പോഴേ കണ്ണു തുറക്കുമെങ്കിൽ അതിനും വലിയ സമയമൊന്നും ഇനി പിടിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.